So welcome back to my YouTube channel. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളുടെ ബാൽക്കണി ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൻ്റെ സെറ്റപ്പ് എല്ലാം കൂടി ഒരു വ്ളോഗാക്കി എടുക്കാമെന്ന്. കാരണം ഞാൻ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് 1-2 വർഷത്തോളമായി. അപ്പം ഞാനിവിടെ വന്ന സമയം മുതലേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഓക്കെ ബാൽക്കണി ഒന്ന് നല്ല ഭംഗിയാക്കി എടുത്താലോ എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് അത് നടന്നിട്ടില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 1 മന്തായിട്ട് ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും നല്ല ഭംഗിയാക്കിയാലോ. പക്ഷെ അത് കൂടുതൽ വലിയൊരു മേക്ക് ഓവറൊന്നും അല്ല കേട്ടോ. ചെറിയൊരു നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ റെൻറ്റഡ് ഹൗസ് ആയതുകൊണ്ട് നമ്മൾ അധികം ക്യാഷ് ഇതിലേക്ക് ഇറക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഓൺ ഹൗസ് വരുമ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് മേക്ക് ഓവർ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1-2 സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അൺബോക്സ് ചെയ്ത് ചെറിയൊരു ക്ലീനിങ് എല്ലാം ചെയ്ത് നമ്മളത് സെറ്റപ്പ് ചെയ്യുന്നൊരു വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കത് പതുക്കെ അൺബോക്സ് ചെയ്യാം. പതുക്കെ ഒരു ക്ലീനിങ് സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ് നമുക്കതൊന്ന് റെഡിയാക്കി എടുത്താലോ. ഓക്കെ, അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആൾക്കൂടി ഈ ഒരു 2 മെയിനായിട്ട് അൺബോക്സ് ചെയ്യാനുള്ളത്. ഇത് ഞാൻ ബാൽക്കണിക്ക് മേടിച്ചൊരു സ്റ്റൂളാണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് അൺബോക്സ് ചെയ്യാനില്ല, എൻ്റെ ഇങ്ങനെ തന്നെയാണ് വന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞിട്ട് വന്നത്. 2 ദിവസം മുമ്പ് വന്നതാണ്. ഞാൻ അതൊക്കെ കളഞ്ഞു വെച്ചു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റൂളാണ് ഉദ്ദേശിക്കുന്നത്. അതായിട്ട് ഇത് 2 മെയിനായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയറാണ് കേട്ടോ, ടബിൻ്റെ ചെയറാണ് ഇത്. 2 കുഷ്യൻസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. ഇതിൽ 2 ഉണ്ട്. ഇത് പതുക്കെ എടുക്കണം, കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു വയ്യണ്ടായി. അപ്പോൾ ഇതാണ് ഒരു കൊറിയർ. നമുക്കിനി അടുത്തത് അൺബോക്സ് ചെയ്താലോ. ഗ്രാസ് മാറ്റ്. അപ്പോൾ ഇത് എത്രയായിരുന്നു? 3.5 × 6 ഇഞ്ചസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു ഫീറ്റ് കണക്കിന്, ഇഞ്ചസ് അല്ല സോറി, ഫീറ്റ് കണക്കിന് കേട്ടോ. 3.5 × 6 ഫീറ്റാണ്. ഓക്കെ, ആ ഒരു ഏകദേശം ഒരു കണക്കിനാണിത്. കറക്റ്റ് ആവുമെന്ന് വിചാരിക്കണം. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഞാനത് എല്ലാം സെറ്റപ്പ് ചെയ്ത് ലാസ്റ്റ് അവിടെ നമുക്ക് ബാൽക്കണി കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് ചെയ്ത് ലാസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ബാൽക്കണി ക്ലീനിങ് ആണ്. നല്ലോണം തുടച്ച് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ. വലിയൊരു മേക്ക് ഓവറൊന്നും അല്ല കേട്ടോ, ചെറിയതായിട്ടുള്ള ഒരു സെറ്റപ്പ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലീനിങ് പ്രോസസ്സ്
ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു മേക്ക് ഓവർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കുഞ്ഞൊരു മേക്ക് ഓവർ വീഡിയോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ വലുതായിട്ടൊന്നും ടൈം ആൻഡ് എഫേർട്ട് എടുത്തിട്ടില്ല. കാരണം ദിസ് ഇസ് റെൻ്റ് ഹൗസ്. നമുക്ക് ഓൺ ഹൗസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് അടിപൊളിയായിട്ട് മേക്ക് ഓവർ ചെയ്യാം. പക്ഷേ ഒരു നൈസ് ആയിട്ടുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു ടൈമിലും ഇപ്പോൾ അതിൽ ഞാൻ സക്സസ്ഫുൾ ആയും തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ ഏതൊരു ടൈം ആയാലും, ഡേ ടൈം ആയാലും നൈറ്റിലായാലും ഒക്കെ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ്. അപ്പോൾ ഇതൊരു കുഞ്ഞു മേക്ക് ഓവർ വീഡിയോ ആണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എ മേക്ക് ഓവർ. അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.